കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ CPM നേതാവ് PR അരവിന്ദാക്ഷനും മുൻ അക്കൗണ്ടന്റ് ജിൽസിനും ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. 1 വർഷത്തിലധികമായി ഇരുവരും റിമാൻഡിലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഹൈക്കോടതി ഇന്ന് ഈ കേസിലുണ്ടാവുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, PR അരവിന്ദാക്ഷനും ജിൽസിനും ജാമ്യം അനുവദിക്കുന്നു കോടതി. എന്തായിരുന്നു കോടതി നടപടികൾ, നിരീക്ഷണങ്ങൾ? സജിത്ത്, കഴിഞ്ഞ 1 വർഷമായി PR അരവിന്ദാക്ഷനും മുൻ അക്കൗണ്ടന്റ് ജിൽസും റിമാൻഡിൽ തന്നെ കഴിയുകയായിരുന്നു. മുൻപും ഈ ജാമ്യാപേക്ഷ വന്നിരുന്നെങ്കിലും അത് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ ഈ 1 വർഷത്തിന് ശേഷമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുന്നത്. ഇരുവർക്കും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കരുവന്നൂർ പണമിടപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ED അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഏകദേശം 12,000 പേജുകളുള്ള കുറ്റപത്രമായിരുന്നു സമർപ്പിച്ചിരുന്നത്. മാത്രമല്ല 5 പെട്ടികളിലായിട്ടാണ് ആ കുറ്റപത്രം കോടതിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, രാജ്യത്തെ 2ാമത്തെ കള്ളപ്പണമിടപാട് കേസിൽ 2ാമത്തെ പ്രതിക്കൂട്ടിലാകുന്ന രാഷ്ട്രീയ പാർട്ടിയായി CPM മാറുന്ന ഒരു സാഹചര്യവും കരുവന്നൂർ ബാങ്ക് പണമിടപാട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതിൽ കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത, അതിലെ ലോൺ വഴി തട്ടിയെടുത്ത പണമൊക്കെ CPMന്റെ വിവിധ അക്കൗണ്ടുകളിലേക്കും അതുപോലെ പൊറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ വാങ്ങിയെടുത്തിരുന്ന ഭൂമി വാങ്ങിയതും ഈ പണം കൊണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പും പോലെയുള്ള കാര്യങ്ങൾക്ക്, തെരഞ്ഞെടുപ്പ് അതുപോലെ പാർട്ടിയുടെ സുവനീർ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പണം ഉപയോഗപ്പെടുത്തിയിരുന്നതായും ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലാണ് ഈ പൊറത്തുശ്ശേരി ഭൂമി വാങ്ങിക്കൂട്ടിയതും. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ MM വർഗീസിന് നിരവധി തവണയാണ് ഹാജരാകേണ്ടി വന്നത്. EDക്ക് മുൻപാകെ ഹാജരാകേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മാത്രമല്ല, സംസ്ഥാന നേതാക്കൾ, CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരെ, MK കണ്ണൻ, അതുപോലെ AC മൊയ്തീൻ, PK ബിജു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവരുടെ ഒക്കെ അക്കൗണ്ടിലേക്കും അല്ലെങ്കിൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഇവർക്കും പങ്കുമുണ്ടെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും EDയുടെ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പലതവണ ഇവർക്കും ഹാജരാകേണ്ട സാഹചര്യം ഉണ്ട്. എന്നാൽ CPMന്റെ രാഷ്ട്രീയ ഇടപെടലുകളിൽ അങ്ങേയറ്റം കരിവാരി തേച്ച ഒരു സംഭവം തന്നെയാണ് കരുവന്നൂർ പണമിടപാട് കേസ്, ലോൺ തട്ടിപ്പ് കേസുമൊക്കെ വിരൽ ചൂണ്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് PR അരവിന്ദാക്ഷനും അതുപോലെ ജിൽസും റിമാൻഡിൽ തന്നെ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 1 വർഷം റിമാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. സജിത്ത്, ഈ കേസിൽ EDയുടെ അന്വേഷണം തുടരുകയാണല്ലോ. CPMന് ഇത് ആശ്വാസകരമാണോ, ഈ ഇപ്പോൾ ജാമ്യം കിട്ടിയ നടപടി? ഒപ്പം കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഇനി? സജിത്തിലെ 55ഓളം പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ED ഇതുമായി ബന്ധപ്പെട്ട 90 കോടി രൂപയുടെ അഴിമതിയാണ് കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 90 കോടി രൂപയുടെ അഴിമതിയാണ്. അതിൽ 73 കോടിയോളം അഴിമതിയുടെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ED വൃത്തങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നത്. എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12,000 പേജുള്ള ഒരു കുറ്റപത്രം എന്ന് പറയുമ്പോൾ രാജ്യത്ത് ആം ആദ്മി പാർട്ടിയാണ് ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ മദ്യനയ കേസിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ രാജ്യത്തെ തന്നെ 2ാമത്തെ പാർട്ടിയെ CPM മാറുന്ന ഒരു സാഹചര്യം, അത് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ BJP സർക്കാരിന് CPMനോടുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണെങ്കിൽ കൂടിയും ഇത്തരം, അതായത് ഈ PR അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ട്, അത് മറ്റേതോ ചന്ദ്രമതിയുടെ അക്കൗണ്ടാണ് ED തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കാണ് അത് മറ്റേതോ ചന്ദ്രമതിയുടെ അക്കൗണ്ട്, അതിന്റെ രേഖകളാണ് ED ഹാജരാക്കിയത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ആ സമയത്ത് ശക്തമായിരുന്നു. എന്നിരുന്നാൽ പോലും PR അരവിന്ദാക്ഷന് ഉണ്ടായിരുന്ന പങ്ക് വ്യക്തമാകത്തക്ക രീതിയിൽ തന്നെയാണ് ED കോടതിക്ക് മുൻപാകെ തെളിവുകൾ നിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഇത്ര കാലം നീണ്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മുൻ അക്കൗണ്ടന്റ് ജിൽസിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. CPMന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയിട്ടുള്ള സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട് ED. അതുപോലെ പൊറത്തുശ്ശേരിയിൽ ഭൂമി വാങ്ങിയ
പൊറത്തുശ്ശേരിയിൽ ഭൂമി വാങ്ങിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഇഡി ചേർത്ത് വായിക്കുന്നുണ്ട്. ഇതെല്ലാം കരുവന്നൂർ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അതിൽ നിന്നുണ്ടാക്കിയ അതായത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ബാങ്ക് ഇടപാടുകൾ നടന്നതെന്ന് തന്നെയാണ് ഇഡിയുടെ ഭാഗം. ഇഡി വാദിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ ഇപ്പോഴും അന്വേഷണവും അതിന്റെ നടപടിക്രമങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1 വർഷത്തിന് ശേഷമാണ് ഈ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന PR അരവിന്ദാക്ഷനും ജിൽസിനും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കടന്നത്. അതാണ് സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ കരുവന്നൂർ കേസിൽ 2 പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു. താൽക്കാലികമെങ്കിലും CPM-ന് ആശ്വസിക്കാം. കാരണം സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകളുടെ തകർച്ചയിൽ വലിയ പഴികേട്ടത് അതിന്റെ തുടക്കം കരുവന്നൂർ കേസിൽ നിന്നായിരുന്നു. CPM ഏറെ പഴികേട്ടതാണ്, ഇപ്പോഴും കേൾക്കുന്നതുമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPM-നെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്ന ആയുധം കരുവന്നൂർ ബാങ്ക് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. ഈ കേസിലാണ് 2 പേർക്ക് ജാമ്യം കിട്ടിയത്. സ്വാഭാവികമായും ഇനി അതിന്റെ തുടർ നടപടികൾ എന്താ എന്നതും പ്രസക്തമാണ്. ഇക്കാര്യത്തിൽ ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ 2 പ്രതികൾക്കും ജാമ്യം കിട്ടുന്നത്.